എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ സാധാരണ ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ പ്രതികരണം ഉണ്ടാകുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. കള്ളവോട്ട് എന്ന ആരോപണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. അത്തരത്തിൽ ഒരു ആരോപണം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും അദ്ദേഹത്തിന്റെ നിലപാട് മാറിയിരിക്കുന്നു എന്നതും ഇന്നത്തെ ഏറ്റവും പ്രധാനമാണ്. 10 മണിക്ക് MP ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനമുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം പ്രതികരണങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ കണ്ണൂരിൽ നിന്നും വരാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഇത്തരത്തിൽ ഒരു സണ്ണി ജോസഫ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് അതിന് മറുപടി എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒപ്പം MP ഗോവിന്ദൻ മാസ്റ്റർ നിന്നും ഇതിനൊരു പ്രതികരണം ഉണ്ടാകും. കാരണം അദ്ദേഹം എടുത്തു പറഞ്ഞത് കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിൽ കള്ളവോട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ള ഒരു ജില്ല കൂടിയാണ്. അത് മാത്രമല്ല കോടതിയെ സമീപിക്കേണ്ട സ്ഥാനാർത്ഥികൾക്ക് കോടതിയെ സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാകും. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ MP ഗോവിന്ദൻ മാസ്റ്ററുടെ മറുപടി ഉണ്ടാകും. അതുപോലെ തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാകും. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പ്രതികരണം നമുക്ക് വരും മിനിറ്റുകൾ തന്നെ ഉണ്ടാകും. ഏതാനും സമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി വോട്ട് ചെയ്യാനെത്തും. അങ്ങനെ നേതാക്കളെല്ലാം രാവിലെ തന്നെ വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഇവിടെ ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂളിലെ 1ാം ബൂത്തിലാണ് അദ്ദേഹത്തിന് വോട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹം എത്തും. എന്തായാലും അങ്ങനെ രാവിലെ തന്നെ നമുക്ക് ഈ പോളിംഗ് സ്റ്റേഷനുകളിലെ ദൃശ്യങ്ങൾ നോക്കിയാൽ എല്ലായിടത്തും വലിയ നീണ്ട ക്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. വളരെ ആവേശം, അതായത് 4 ആഴ്ചത്തെ ആ പ്രചരണം അതിന്റെ എല്ലാം ഒരു പ്രതിഫലനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ദൃശ്യങ്ങളെ പറയാം. അത്രത്തോളം ആളുകളാണ്. അത് കൂടുതൽ സ്ത്രീകളുണ്ട്, പ്രായമായവരുണ്ട്, അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും രാവിലെ തന്നെ പോളിംഗ് സ്റ്റേഷനിലേക്ക് വോട്ട് ചെയ്യാനെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മിക്ക ബൂത്തുകളിലും വലിയ നീണ്ട ക്യൂ തന്നെയാണ്. വളരെ സമാധാനപരമായി തന്നെയാണ് ഇപ്പോൾ പോളിംഗ് പുരോഗമിക്കുന്നത്. എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനിടയിൽ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പാപ്പിനിശ്ശേരിയിലാണ് EP ജയരാജൻ വോട്ട് ചെയ്യേണ്ട ബൂത്താണ്. പാപ്പിനിശ്ശേരി പഞ്ചായത്തിലെ ബൂത്ത് നമ്പർ 12. അവിടെ പോളിംഗ് മെഷീൻ തകരാറായതുകൊണ്ട് തന്നെ പോളിംഗ് തടസ്സപ്പെട്ടിട്ടുണ്ട്. ആരോളി LP സ്കൂളിലാണ് ഈ ബൂത്ത്. EP ജയരാജൻ വോട്ട് ചെയ്യേണ്ട ഒരു സ്കൂളാണ്. EP ജയരാജൻ ഉൾപ്പെടെ ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലൊന്നും യന്ത്ര തകരാറോ അങ്ങനെയൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വളരെ സുഗമമായി തന്നെ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. അനിഷ്ട സംഭവങ്ങളൊന്നും ആദ്യ മണിക്കൂറുകളിൽ തന്നെ എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വളരെ സമാധാനപരമായി തന്നെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ പ്രായമായവരൊക്കെ തന്നെ അവരുടെ കൂട്ടിക്കൊണ്ട് രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിക്കുന്ന സാഹചര്യം. പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് നമുക്ക് ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുക. ഈ തിരക്കുകളും രാവിലെ തന്നെ കൂടുതൽ ആളുകൾ പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്നതൊക്കെ അങ്ങനെ അതിനും അപ്പുറം ഒരുപക്ഷെ കടന്നു പറയാം, അത്രത്തോളം ആളുകൾ രാവിലെ തന്നെ വാശിയോടുകൂടി പോളിംഗ് ബൂത്തിലെത്തുന്നു. അത് തങ്ങളുടെ വോട്ടവകാശം വളരെ ആദ്യം തന്നെ വിനിയോഗിക്കണം എന്ന തരത്തിൽ വളരെ വാശിയേറിയ മത്സരം നടന്നു എന്നതിന്റെ ഏറ്റവും പ്രതിഫലനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങളൊക്കെ. അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും വോട്ട് ഉറപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം. എന്തായാലും പോലീസിന്റെ അതീവ സുരക്ഷാ വലയത്തിലാണ് ഈ കണ്ണൂരായാലും കാസർഗോഡായാലും പോളിംഗ് പുരോഗമിക്കുന്നത്. മറ്റ് ജില്ലകളിൽ നിന്നുള്ള കൂടുതൽ പോലീസിനെ ഒക്കെ കൊണ്ടുവന്ന് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുള്ള അതീവ ജാഗ്രതയിലാണ് ഒബ്സർവേഷൻ ഉദ്യോഗസ്ഥന്മാരും തെരഞ്ഞെടുപ്പ് ഒബ്സർവ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും ഓരോ ബൂത്തുകളിലും കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം വെബ് കാസ്റ്റിംഗ് ഉൾപ്പെടെ ഉണ്ട്. കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ 199 ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളത്. അത് കണ്ണൂരേക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1035 ആകുന്നു. വലിയ തോതിലുള്ള പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും വളരെ സമാധാനപരമായി തന്നെയാണ് രഞ്ജിത്തെ പോളിംഗ് പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പറഞ്ഞതുപോലെ ഏറ്റവും അധികം പ്രശ്നബാധിത ബൂത്തുകളുള്ള ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ. അവിടെയൊക്കെ അതിശക്തമായ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയുടെയൊക്കെ സാന്നിധ്യം അവിടെയുണ്ട്. ഈ മുഖ്യമന്ത്രി വോട്ട് ചെയ്യുന്ന ആ ബൂത്തിൽ പോലും കേന്ദ്രസേനയുടെ സാന്നിധ്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ അതീവ സുരക്ഷാ വലയത്തിലാണ് കണ്ണൂരിൽ പോളിംഗ് പുരോഗമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് രാവിലെ മുതൽ തന്നെ സ്ത്രീകളുടെ വലിയ ഒരു നീണ്ട നിര ഈ ബൂത്തുകളിൽ കാണുന്നുണ്ട്. തങ്ങളുടെ സംവിധാനാവകാശം വിനിയോഗിക്കാനായി സ്ത്രീകൾ വലിയ തോതിലെത്തുന്നു. ഒരുപക്ഷെ വടക്കൻ ജില്ലകളിൽ തെക്കൻ ജില്ലകളേക്കാൾ പോളിംഗ് ശതമാനം വർദ്ധിച്ചേക്കാം. 70.08 ആണ് തെക്കൻ ജില്ലകളിലെ പോളിംഗ് എങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 3% കുറവുണ്ടായി എങ്കിൽ തെക്കൻ ജില്ലകളിലെ വടക്കൻ ജില്ലകളിലെ രാവിലത്തെ ഒരു ട്രെൻഡ് പോളിംഗ് ശതമാനത്തിൽ ഒരു വർധനവുണ്ടായിരിക്കാം. കാരണം ഏറ്റവും കൂടുതൽ
വാശിയേറിയ പോരാട്ടം നടന്ന പാർട്ടി വോട്ടുകളൊക്കെ വളരെ കൃത്യമായി തന്നെ പോൾ ചെയ്യിക്കുന്ന ജില്ലകൾ കൂടിയാണ് ഇത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിശക്തമായ പോരാട്ടം നടന്ന പ്രദേശങ്ങൾ ഈ മേഖലകളിലുണ്ട്. അവിടെയൊക്കെ പാർട്ടി വോട്ടുകൾ വളരെ കൃത്യമായി തന്നെ പോൾ ചെയ്യപ്പെടും. ഈ മേഖലകളിൽ തന്നെയാണ് പല വാർഡുകളിലും എതിരില്ലാതെ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂരിലെ നിരവധി 6ഓളം വാർഡുകൾ അത്തരത്തിൽ CPM ഏകപക്ഷീയമായ വിജയം കിട്ടിയ വാർഡുകൾ കൂടി ഈ മേഖലകളിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത്രത്തോളം ഇടതുപക്ഷം ശക്തമായ ജില്ലയാണ്. പക്ഷേ അപ്പോഴും അവിടുത്തെ കോർപ്പറേഷൻ്റെ ഭരണം കോൺഗ്രസിനാണ് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. വയനാട്ടിലും രാവിലെ മുതൽ അതിശക്തമായ പോളിംഗ് രേഖപ്പെടുത്തുന്നു. വയനാട്ടിൽ ഇപ്പോൾ നമ്മൾ ഈ 7:30 വരെയുള്ള കണക്കിൽ 1% പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അത് വളരെ വേഗം വർദ്ധിക്കുന്നുണ്ട്. ജയരാജ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. ജയരാജ്, സ്ത്രീകളുടെയും ഒക്കെ നീണ്ട നിര ബൂത്തുകളിലുണ്ട്. കാലാവസ്ഥ പൊതുവെ അനുകൂലമാണല്ലോ അല്ലേ? രഞ്ജിത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം വയനാടിൽ കൃത്യം 7 മണിക്ക് തന്നെ വോട്ടിംഗ് ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. എല്ലാ സ്ഥലങ്ങളിലും നിരവധി ആളുകൾ അല്ലെങ്കിൽ ഈ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വോട്ടർമാർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. അത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ. പ്രത്യേകിച്ച് വയനാടിന്റെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വയനാടിന് അറിയാം, വയനാടിന്റെ ചരിത്രത്തിൽ തന്നെ എടുത്താൽ അറിയാം. കാരണം ഒരുപാട് ദുരിതങ്ങൾ കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിന് ശേഷം അനുഭവിച്ച ഒരു ജില്ല കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നതുകൊണ്ട് തന്നെ വയനാടൻ ജനത ഈ വോട്ടെടുപ്പിനെ അല്ലെങ്കിൽ ഈ സമ്മതിദാനാവകാശം അവർക്ക് അവരുടെ പൗരാവകാശം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെ പല ബൂത്തുകളിലും നിറഞ്ഞ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് യുവാക്കളടക്കം വലിയ നീണ്ട നിര തന്നെ പല ബൂത്തുകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനി വരും സമയങ്ങളിൽ ഓരോ സ്ഥലങ്ങളിലും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം വരെ തന്നെ 3 മുന്നണികളും വലിയ രീതിയിൽ തന്നെയാണ് അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിച്ചത്. UDF-നെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഈ തെരഞ്ഞെടുപ്പ് അവർ പ്രതീക്ഷിക്കുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ നേടിയ വിജയമാണ് അവർ കാണുന്നത്. അത് വെച്ചാണ് അവരുടെ പ്രചരണ തന്ത്രം മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ LDF-നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 10 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നേടിയ പല കാര്യങ്ങളും അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ, ലൈഫ് മിഷൻ പദ്ധതി പോലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ NDA സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സംസ്ഥാനത്തിൽ നിന്നും അവർക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഊന്നൽ നൽകുന്നത്. എന്തായാലും വോട്ടെടുപ്പ് സമാധാനപരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മറ്റ് രീതിയിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ വോട്ടെടുപ്പിന്റെ നമ്മൾ എടുത്തു പറയേണ്ടത് 2020 ഒരു ദുരന്തമാണ്. ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കൈ സ്ഥലങ്ങളിലെ ഒരു ദുരന്തമാണ്. എന്തായാലും ആ ഭാഗത്തുള്ളവർ ജില്ലയുടെ പല ഭാഗങ്ങളിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റു വീടുകളിൽ താമസിക്കുന്നവരുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ ഈ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം ഭരണകൂടം ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ വാഹനം വിട്ട് അവരെ ബൂത്തിലെത്തിക്കുകയും തിരിച്ച് അവിടേക്ക് തന്നെ കൊണ്ടേ വിടുന്ന ഒരു കാഴ്ചയുമാണ് നമ്മൾ കാണുന്നത്. അതിനുള്ള ഒരു സംവിധാനം വയനാട്ടിൽ നിന്നാണ് വിവരങ്ങൾ നൽകുന്നത് ജയരാജ്. വയനാട്ടിൽ നമുക്കറിയാം, ജയരാജ് പറഞ്ഞതുപോലെ UDF-ന് ഒരുപാട് സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. പല ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ UDF-ന് ആശ്വാസകരമായ ജില്ലയാണ്.